മഹാഗുരുശരണം നമ പാർവതീപതിയെ ഹരഹര മഹാദേവ്. ഞങ്ങളിപ്പോ തിരുവണ്ണാമലയിലാണുള്ളത് കേട്ടോ. ഞാനുണ്ട്, രവീൺ, ഫാമിലി, എൻ്റെ ഭാര്യ ഒളിച്ചു നിൽക്കുന്നു. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഇത് കാണുന്ന ഗോപുരം തിരുവണ്ണാമലയുടെ വടക്കേ ഗോപുരമാണ്. ഇത് പടിഞ്ഞാറേ ഗോപുരം, ഇത് വടക്ക് പടിഞ്ഞാറേ മൂലയാണ് കേട്ടോ. ഇനി ഇവിടെ നിന്ന് ഉണ്ണാമല അമ്മൻ ക്ഷേത്രത്തിലേക്ക് പോണ വഴിയിലേക്കാണ് നമ്മൾ. ഇതുപോലെ ഇങ്ങോട്ട് തിരിയുമ്പോൾ ഇവിടെ ഒരു റോഡുണ്ട്, ഇത് കണ്ട ഈ വഴി. ഇങ്ങനെയാണ് ഉണ്ണാമല അമ്മൻ ക്ഷേത്രത്തിലേക്ക് പോകേണ്ട വഴി. ഇതിലൂടെ നടന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇതിന്റെ 360 കാണിക്കാം. ഇവിടെ KSM ബാലാജി, കടകളുടെ പേരൊക്കെ മാറും. ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, ഇവിടെ ഇങ്ങനെ ഗോപുരം കാണാം. ഇത് വടക്ക്, അത് ഇവിടെ നിന്ന് ഇങ്ങനെ നടക്കുന്നു കേട്ടോ. ഇതാണ് ഉണ്ണാമല അമ്മൻ ക്ഷേത്രത്തിലേക്ക് പോണ വഴി. മുലപ്പാൽ തീർത്ഥം ഉണ്ണാമല അമ്മൻ ക്ഷേത്രം കേട്ടോ. അപ്പൊ ഇന്ന് ഞങ്ങളിപ്പോ 4-ാം തീയതി ശനീശ്വരന്റെ ദിവസം ഉണ്ണാമല അമ്മനിലേക്ക് പോവുകയാണ്, ക്ഷേത്രത്തിലേക്ക് പോവാണ്. ഇവിടെയൊക്കെ റൂംസ് ഉണ്ട്. ഇവിടെ നിന്ന് ഒരു 450 മീറ്റർ കയറണം. 400 കുറച്ച് നടന്നു പോവാം. അത് ആ കാണുന്ന വലിയ പാറ അതാണെന്ന് തോന്നുന്നു. 360 ഡിഗ്രിയിൽ തിരുവണ്ണാമല കാണാൻ പറ്റുന്ന ഒരു പാറയാണെന്ന് തോന്നുന്നു. അതിൻ്റെ മുകളിൽ നിന്ന് ഞാനൊരു ഫോട്ടോ അന്ന് ശ്രീ ശ്രീനിവാസൻ ദിവ്യ ദമ്പതികളുടെ കൂടെ വന്നപ്പോൾ എടുത്തിട്ടുണ്ട്. ആ ഒരു പാറ എന്താ അതാണെന്ന് തോന്നുന്നു. അത് രമണാശ്രമത്തിൻ്റെ അവിടെ നിന്ന് കയറി വരുന്നതാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ കയറിയാണ് നമ്മൾ തിരുവണ്ണാമലയ്ക്ക്, മറ്റേ തിരുവണ്ണാമലയിലെ മുലപ്പാൽ തീർത്ഥം അഥവാ ഇതിലേക്ക് പോണത്. എന്താണ് ഉണ്ണാമല അമ്മൻ ക്ഷേത്രത്തിലേക്ക്. ഓക്കെ, അടുത്ത വീഡിയോ കണ്ടിന്യൂസ് ഇടാം. മഹാഗുരുചരണം. ഇപ്പോൾ ഞങ്ങൾ ഈ റോട്ടിലൂടെ കയറുകയാണ് കേട്ടോ മുലപ്പാൽ തീർത്ഥത്തിലേക്ക്. ഇവിടെ ഒരു നായ്ക്കുട്ടിയുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കയറുകയാണ്. ഇത് മുലപ്പാൽ തീർത്ഥത്തിലേക്കുള്ള വഴി. ഇവിടെ വരെയൊക്കെ ഓട്ടോറിക്ഷ വരും. മലയോട് അടുത്ത്, മലയിലേക്കാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ചേട്ടാ त्यांచిన మీద అక్క ఇదా వాట రీసెంటర్ కానవద్దు. ഇങ്ങനെ നടക്കണം. ഇത് കണ്ടോ, ഇത് ആ വരുന്ന വഴി കേട്ടോ. വഴി ഇങ്ങനെ നടക്കുന്നു. Ang kadiwi ito kawin. ഇവിടെ ഒരു ശ്രീ മഹാവാരാഹി അമ്മൻ ടെമ്പിൾ നമ്മൾ കയറുന്ന വഴിക്ക്. ഏകത്തു പങ്കത് വരപ്പ. ഇത് വാരാഹി അമ്മൻ ടെമ്പിളാണ്. നമ്മളത് കയറുമ്പോഴത്തേക്ക് മഹാവാരാഹി സന്നിധി. ఏగుతూ పోం కదా వరి. വാരാഹിയല്ല, ഇത് കാളി ദേവിയെ മറ്റുമാണ് കാണുന്നത്.
ഭയങ്കര വൈബാണ് ഇവിടെ കേട്ടോ. ഇവിടെ കൂടുതൽ ആൾക്കാർ ഇങ്ങനെ വരാറില്ല. രമണാശ്രമം വഴിക്കാൻ വരാറ് ആൾക്കാർ. അപ്പോൾ ഇതാണ് നമ്മൾ കയറി വന്ന വഴി. ഇനി ഇങ്ങനെ കൂടി കയറുകയാണ്. ഇത് ഈശ്വരീയം ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് ഗായത്രിക്ക് അയച്ചു കൊടുക്കുന്നു. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ. ഇപ്പോൾ സമയം എത്ര മണിയായി? 9:20. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ടു ആൾ. താങ്ക് യു ആൾ. ബ്ലെസ് യു ആൾ. ഞാൻ സോറി, പ്ലീസ് ഫോർഗിവ് മീ. ലവ് യു ആൾ. താങ്ക് യു ആൾ. നന്ദി, നമസ്കാരം. ഗുരുശരണം. അപ്പോൾ മുലപ്പാൽ തീർത്ഥത്തിലേക്ക് ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെയൊക്കെ താമസിക്കുന്നുണ്ട് ആൾക്കാർ. ഇത് തിരുവണ്ണാമല, മലയുടെ അടിവാരമാണ്. മലയിലൂടെ ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആ വന്ന വഴി. അതാണ് ആ അമ്പലം ആ കാണുന്നത്. ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒപ്പം കയറുക. ഇതൊരു ഷോർട്ട് കട്ടാണ് കേട്ടോ, ഉണ്ണാമലയമ്മൻ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ളത്. ഇവിടെ നേരിട്ട് കയറാനുള്ളത്. ഇങ്ങനെ കൂടിയാണ് കാർത്തിക ദീപം വരുന്നതെന്ന് പറയുന്നു. ഹര 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 മഹാദേവ. നമ ശിവായ, നമ ശിവായ, ശിവായ നമ ശിവായ, നമ ശിവായ, നമ ശിവായ. നമ പാർവതീപതിയെ. ഹര ഹര മഹാദേവ്. അവിടെ നിന്നൊരു സ്വാമി ഇറങ്ങി വരുന്നുണ്ട്. ഇതാണ് അമ്പലത്തിലെ പൂജാരി ശേഖർ സ്വാമിയുടെ വീട് തന്നെ. വണക്കം. പുരിഞ്ചതാ ശ്രീനിവാസപ്പൈ അദ്ദേഹത്തിൻ്റെ മകനാണ് കേട്ടോ, ശേഖർ സ്വാമി മകൻ. ഉങ്ക പേരെന്നാ? മണികണ്ഠ. യൂട്യൂബ് പറയുന്നു. ഓക്കെ, ഇത് വരുന്ന വഴി. ഇത് ശേഖർ സ്വാമിയുടെ വീടാണ്. അവിടെ ആ ഉണ്ണാമലയമ്മൻ ക്ഷേത്രത്തിൽ പൂജിക്കുന്ന ശേഖർ സ്വാമിയുടെ വീടാണ്. ഇവിടെ കോഫി ടീ ഒക്കെ ഉണ്ട്. തിരിച്ച് വരുമ്പോൾ കുടിക്കണം കേട്ടോ. ഇവിടെ അങ്ങനെ ഒരു സർവീസ് അവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, തിരുമ്പി വരുമ്പോൾ പാക്കില്ല. അമ്മ അങ്ങ പോയാ അച്ഛാ. അരുണാചലയോഗ. ആ അതി അത്തായനും ചരിയുണ്ട്. സ്വാമിയോടക്ക് ഗാലി ഗാലി ദൂരെ 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 അങ്ങ അങ്ങ നോ 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 അങ്ങതില്ല 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 അങ്ങതില്ല. കാടി കാടി ഏൻ കോർക്ക. ദേ ദേ അത് അത് പാര്. എന്നാ ഇത് വാ. റാവ बड्डी चाहिता यहाँ चाहिता वाह वाह हमको छोड़ो. यो 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 अंकल jurisdiction है enggak yo yo चढ़ाई काहे करना ना ना ya boro yo yo ikar ora ada yang kak. ഇതാണ് ഉണ്ണാമലയമ്മ ക്ഷേത്രത്തിലേക്ക് പോണ വഴിയാണ്. ഇതുണ്ട്, ഇതൊക്കെ ക്ഷേത്രത്തിൻ്റെ കണക്ക്. രഞ്ജിത ഇതെന്റെയും കാപ്പ രഞ്ജിത ഇതേയും കാക്ക ചിലവ വേണ്ട. ഇതൊക്കെ ഇവിടുത്തെ പാറയാണ് കേട്ടോ. വണക്കം.
ആ ഓക്കെ, ഇനി ഇത് അപ്ലോഡ് ചെയ്യാം. ഇതാണ് വഴി. ആ ഗുരുശരണം നമ്മ പാർവതി പതിയെ ഹരഹര മഹാദേവ്. നമ്മളെ നടന്ന വഴിയാണ് കാണുന്നത്. അതിങ്ങനെ വന്ന് അവിടെ ഒരു സ്വാമി ഇരിക്കണമുണ്ട്. അവിടെ വന്ന് ഇങ്ങോട്ട് ടേൺ ചെയ്യണം. ഇങ്ങനെ വന്ന് ഇങ്ങനെ ടോളിലോട്ട് കയറുന്നതാണ് മുലപ്പാൽ തീർത്ഥം. യോ അങ്ങയോ അങ്ങ ഗുഹസയോ വരേ മേലും ഉണ്ണാമലയമ്മൻ ക്ഷേത്രത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. ആ കാണുന്ന ഉണ്ണാമലയമ്മൻ ക്ഷേത്രം. ഇതാണ് വണക്കം സ്വാമി. വണക്കം. അതാണ് ശേഖർ സ്വാമി കേട്ടോ. ഇത് വരേ സ്വാമി. അദ്ദേഹം മൂലമാണ് നമ്മൾ എപ്പോഴെപ്പോഴും ഇവിടെ വരുന്നത്. നല്ലൊരു പെരുമാറ്റമാണ് ശേഖർ സ്വാമി. ഇതാണ് തീർത്ഥം, മുലപ്പാൽ തീർത്ഥം. മുകളിൽ നിന്ന് ഈ ദേവിയുടെ കാൽപാദത്തിലൂടെ ഇങ്ങോട്ട് ഒഴുകുന്നു എന്നാണ്. ഇവിടുന്ന് കുടിക്കാനും കുളിക്കാനും ഒക്കെ ആൾക്കാർ വെള്ളം എടുക്കുന്നു. തണ്ണിയില്ല അല്ലേ? മഴയില്ല. തണ്ണി ഊരി എടുക്കുക. 3 മാസമായി ഇന്ന് വെള്ളമില്ല എന്ന്. ഈ ചേച്ചി വെള്ളം എടുക്കുകയാണ്. ഇതാണ് മുലപ്പാൽ തീർത്ഥം. നമ്മുടെ ഈശ്വരീയൻ ചാനലിലെ പ്രേക്ഷകർക്ക് വേണ്ടി ഇതെടുത്ത് കൊടുക്കുകയാണ്. കണ്ട, ഇത് മലയിൽ നിന്ന് ഊറി വരുന്നത് ഇങ്ങ തണ്ണി അല്ലേ? എങ്കിൽ സ്വാമി പറഞ്ഞത് കേട്ടാ, മുകളിൽ നിന്ന് ഊരി വന്ന് അവിടെയാണ് ഉണ്ണാമല അമ്മേനുള്ളത്, പാർവതി ദേവിയുടെ. അതിങ്ങനെ ഊറി ഇങ്ങനെ കൂടി ഇത് കണ്ട ഈ ഓവിൽ കൂടിയാണ് വെള്ളം വരുന്നത്. ഇപ്പോൾ വെള്ളം തീർന്നിരിക്കുകയാണ്. ഒരു കുട എടുക്കാനായിട്ട് 4 മണി നേരം ആകുന്നു. ഇത് കണ്ട കിണറിലൊന്നും വെള്ളമില്ല. ഇവിടെ തമിഴ്നാട്ടിൽ അവർക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടിയാൽ അവർ ലോകത്തിനെ കംപ്ലീറ്റ് പച്ചക്കറി കൃഷി ചെയ്യും. പച്ചക്കറി കൃഷി ചെയ്ത് ലോകത്തിനെ കംപ്ലീറ്റ് ഊട്ടാനുള്ള സന്മനസ്സുള്ള ആൾക്കാർ ആണ് തമിഴ്നാട്ടിലുള്ളവർ. അത്ര അധ്വാനികളാണ്. ആ ചേച്ചി എടുക്കുന്നത് നോക്കും. ഇവിടെ നിന്ന് എടുത്ത് ആ പയ്യൻ എടുത്തുകൊണ്ട് പോകുന്നു, ചുവന്നുകൊണ്ട് പോകുന്നു. ഇങ്ങനെ കൂടി കയറി. ഇതൊക്കെ മലയുടെ ഭാഗമാണ് കേട്ടോ. പിന്നെ ഇവിടെ വേറൊന്ന് പറയാം, ഇതിൻ്റെ താഴെ ഒരു ഗുഹാക്ഷേത്രം. അതെ, ആൾക്കാർ ഇരിപ്പുണ്ട്. ഇതിൻ്റെ താഴെ ഒരു ഗുഹാക്ഷേത്രമാണ് ഇവിടെ. അത് കാണാം. അതിനകത്ത് എടുക്കാൻ പറ്റുമോ എന്നറിയില്ല. രമണ മഹർഷി വന്ന് ഇവിടെ തപസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു കേട്ടോ. അതൊരു ഗുഹയുണ്ട് അവിടെ, ഇതിൻ്റെ അവിടെ. ആൾക്കാർ ഇങ്ങനെയും കയറി വരുന്നു. ഇതാണ് ഉണ്ണാമലയമ്മൻ്റെ ആണ്. ഇത് ഗുരു ട്രസ്റ്റ്. ആ ദിക്കിനെ ഉണ്ട്, അവർക്ക് ആടാനാണെന്ന് തോന്നുന്നു അവിടെ ഇതൊക്കെ ഇട്ട് കൊടുക്കും. ഇതിപ്പോൾ ഉണ്ണാമലയമ്മൻ സന്നിധിയിലേക്ക് ഞങ്ങൾ നടക്കുകയാണ്. ഇത് കണ്ട, ഈ ക്ലോസ് ചെയ്തിരിക്കുന്നതാണ് കാർത്തിക ദീപം പോണ വഴി. ചരിത പറയാം, ചെരുപ്പും ചരിത പറയാം, ചെരുപ്പ്. ഇത് കണ്ട, പൊതു അറിയില്ല. ഇങ്ങനെ കൂടിയാണ് കാർത്തിക ദീപം പോണത്. ചരിത പറയുന്നത് വഴി. അപ്പോൾ കണ്ട, ഈ വഴിയാണ്. ഇതിപ്പോൾ അടച്ചിരിക്കുക. അപ്പോൾ നമ്മൾ വന്ന വഴിയാണെന്ന് തോന്നുന്നു. വന്നിട്ട് കാർത്തിക ദൈവം തിരുവണ്ണാമലയിൽ നിന്ന് വന്നിട്ട്
അതിവിടെ വന്ന് ഈ ഉണ്ണാമലയമ്മൻ സന്നിധിയിൽ തിരുമേനി ഇത് ചെയ്യുന്നുണ്ട്, പൂജ ചെയ്യുന്നുണ്ട്. ഇവിടെ വന്ന് ഇവിടുത്തെ എണ്ണയോ നെയ്യൊക്കെ കൊടുക്കും. എന്നിട്ട് ഇങ്ങനെ കൂടി പോവും. തിരിച്ചു വരുമ്പോഴും അതുപോലെ തന്നെ ഇവിടെ വന്ന് ഇത് പൂജ ചെയ്തിട്ടാണ് പോണത് കേട്ടോ. ഓക്കെ, ഇതാണ് ശേഖർ സ്വാമി. ശേഖർ സ്വാമിയുടെ പോസിറ്റീവ് എനർജി കൊണ്ടാണ് നമ്മൾ വരുന്നത്. വണക്കം സ്വാമി, വണക്കയ്യ. ശേഖർ സ്വാമിയാണ്, നല്ല ഇതാണ്. തീർച്ചയായിട്ടും ഇവിടെ വരണം. ഇവിടെ ഭയങ്കര വൈബാണ്. അടുത്ത വീഡിയോ ഇടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.